ഇത് സാംസങ്ങിന്റെ S22 ആണ്. ആൻഡ് ഇതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എല്ലാവരും സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വരുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ സെക്യൂരിറ്റി കൂടും, അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിർബന്ധമായും ചെയ്യണം എന്ന് പറയാറുണ്ട്. ശരിയാണ്, ഞാനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോണിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാത്തതെന്നും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾ എടുത്തു ചാടി ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അത് ചെയ്താൽ വരാവുന്നത് എന്നുള്ളതും ഈ വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഏകദേശം 2020-2021 ആ ഒരു കോവിഡിന്റെ ആ ഒരു സമയം തൊട്ട് നമ്മൾ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും സെക്യൂരിറ്റി അപ്ഡേറ്റുകളിലും ഫോക്കസ് ചെയ്യാനും കൃത്യമായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കൊടുക്കാനും എല്ലാം തുടങ്ങി. എന്ത് പറ്റിയെന്നറിയില്ല, പെട്ടെന്ന് ബ്രാൻഡുകൾ 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തു തുടങ്ങി. സോ അതിന്റെ അർത്ഥം 2020 മുന്നേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളൊന്നും വേണ്ടിയിരുന്നില്ല, സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല എന്നാണോ? സത്യം പറഞ്ഞാൽ ബ്രാൻഡുകൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് തരാമെന്ന് പ്രോമിസ് ചെയ്യുമ്പോൾ ഒരു കൺസ്യൂമറിന്റെ മൈൻഡിൽ അതൊരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുകയും ഈ ഒരു ബ്രാൻഡ് എൻ്റെ സ്മാർട്ട് ഫോണിന് വേണ്ടി കെയർ ചെയ്യുന്നുണ്ട് ആൻഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ പ്രോമിസ് ചെയ്തുകൊണ്ട് എൻ്റെ ഫോൺ എന്തായാലും ഇത്രയും വർഷത്തേക്ക് സെക്യൂർ ആയിരിക്കും എന്നുള്ള ഒരു പ്ലെസീബോ എഫക്റ്റ് കിട്ടും. ആൻഡ് ഈ ഒരു പ്ലെസീബോ എഫക്റ്റ് കാരണം തന്നെ സ്മാർട്ട് ഫോണിന്റെ സെയിൽസ് വല്ലാണ്ടങ്ങ് കുതിച്ച് ഉയർന്നു. ആൻഡ് അതിലുപരി നോർമലി നമ്മളൊരു സ്മാർട്ട് ഫോൺ പണ്ട് മേടിച്ചിരുന്ന സമയത്ത് ഏകദേശം 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം അത് ഔട്ട്ഡേറ്റഡ് ആവും. സോ 2 വർഷം മുന്നേ ഇറങ്ങിയ സ്മാർട്ട് ഫോൺ ഒന്നും ഒരു മനുഷ്യനും ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് തയ്യാറാവുകയുണ്ടായില്ല. പക്ഷേ ഒരു ബ്രാൻഡ് പറയുവാണ്, ഈ സ്മാർട്ട് ഫോണിൽ അടുത്ത 4 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ അഥവാ 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ഞങ്ങൾ തരും എന്ന് പ്രോമിസ് ചെയ്യുവാണെങ്കിൽ 2 വർഷം കഴിഞ്ഞാലും ആ ഒരു സ്മാർട്ട് ഫോൺ ഇനിയും 2 വർഷത്തെ അപ്ഡേറ്റ് എനിക്ക് കിട്ടും, അതുകൊണ്ട് ഔട്ട്ഡേറ്റഡ് ഫോൺ അല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് സത്യം പറയാതിരിക്കാൻ പറ്റില്ല, ഈ ഒരു തോന്നൽ കാരണം തന്നെ ഈ സെയിലിൽ പല പഴയ സ്മാർട്ട് ഫോണുകളുടെയും വില പകുതിയായപ്പോൾ പോലും ആൾക്കാർ ചാടിക്കേറി ഇനിയും അപ്ഡേറ്റുകൾ കിട്ടും എന്ന് പറഞ്ഞ് മേടിക്കുകയുണ്ടായി. ചിലപ്പോൾ നിങ്ങളും അത്തരത്തിലൊരാളായിരിക്കാം. ഒരു തരത്തിൽ ശരിയാണ്, ബ്രാൻഡുകൾക്ക് പഴയ വിറ്റുപോകാത്ത സ്റ്റോക്ക് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഫോണുകളൊക്കെ വീണ്ടും വിറ്റുപോകും. പക്ഷേ ഇതുകൊണ്ട് ബ്രാൻഡുകൾക്ക് നെഗറ്റീവായിട്ട് ഉണ്ടാവുന്നത്, പുതിയതായിട്ട് ബ്രാൻഡ് ഒരു ഫോൺ ഇറക്കുമ്പോൾ ആൾക്കാർ അത് മേടിക്കണോ വേണ്ടിയോ എന്നുള്ളൊരു ചിന്ത വരും. അതേപോലെ പഴയ ഫോൺ എനിക്ക് ഇനിയും 2 വർഷത്തേക്ക് അപ്ഡേറ്റ് കിട്ടുമല്ലോ, പിന്നെ എന്തിന് ഞാൻ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയും ആൾക്കാരുടെ മനസ്സിൽ വരും. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചാണെന്ന് അറിയില്ല, ഏകദേശം 70% ബ്രാൻഡുകളും അവരുടെ പുതിയ വെർഷൻ ഫോണുകൾ ഇറങ്ങുമ്പോൾ തൊട്ട് പഴയ വെർഷൻ ഫോണുകളിൽ ഒരു അപ്ഡേറ്റ് കൊടുക്കുകയും ആ ഒരു അപ്ഡേറ്റ് ചിലപ്പോൾ ബാഡ് അല്ലെങ്കിൽ ഗ്ലിച്ചി അപ്ഡേറ്റ് ആയിരിക്കും. അത് ചെയ്ത ശേഷം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മുന്നത്തെക്കാളും കുറച്ചുകൂടെ സ്ലോ ആവുക, അല്ലെങ്കിൽ സ്ക്രീനിൽ ചിലപ്പോൾ ഒരു വര വരിക, അല്ലെങ്കിൽ മൊത്തത്തിൽ പെർഫോമൻസോ ക്യാമറയോ എല്ലാം ഒരുമാതിരി എന്തോ ഒരു പ്രശ്നം തോന്നിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ പുതിയ ഫോണിലേക്ക് ഓക്കെ എന്തായാലും ഇത് ഇത്രയും വർഷമായല്ലോ എന്നാൽ പുതിയതങ്ങ് മേടിച്ചേക്കാം എന്ന് പറഞ്ഞ ആൾക്കാരെ പുതിയതിലേക്ക് വീഴ്ത്തുന്നൊരു പരിപാടിയും ചെയ്യാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ആ വര കണ്ടപ്പോൾ ഒന്ന് പേടിച്ചില്ലേ? അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ, പ്രത്യേകിച്ചും ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ചാടിക്കേറി ചെയ്യാതിരിക്കേണ്ട വേറൊരു കാരണം, നിങ്ങൾ സ്മാർട്ട് ഫോണിൽ കോർപ്പറേറ്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റ് ടീംസോ ഔട്ട്ലുക്കോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഒരു ഡിവൈസ് പ്രൊഫൈൽ അഥവാ കമ്പനി പോർട്ടൽ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ ഡിവൈസ് അഡ്മിൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാകും. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്ന സമയത്ത് നിങ്ങൾ ചാടിക്കേറി അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഡിവൈസ് അഡ്മിൻ ആപ്ലിക്കേഷൻ ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് കോമ്പാറ്റബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ആയതിനു ശേഷം വീണ്ടും കമ്പനി പോർട്ടലോ ഔട്ട്ലുക്കോ ടീംസോ എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു സാധനം ലോഗിൻ ആവണം എന്നില്ല, നിങ്ങളുടെ ഫോൺ രജിസ്റ്റർ ചെയ്യാൻ പറ്റണം എന്നില്ല. ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിൽ എനിക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അപ്ഡേറ്റ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ റോൾ ബാക്ക് ചെയ്ത് പഴയ അപ്ഡേറ്റിലേക്ക് തന്നെ പോകാനുള്ളൊരു ഫീച്ചർ നിർബന്ധമായും ആൻഡ്രോയിഡ് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്ന് താഴെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ബ്രാൻഡുകൾ ചെയ്യുന്ന വേറൊരു പരിപാടിയാണ്, അവരുടെ കോമ്പറ്റീറ്റർ ഡിവൈസുകൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് ഒരു അപ്ഡേറ്റ് നൽകുകയും ഒരു സെക്യൂരിറ്റി പാച്ച് എന്നുള്ള പേരിലേക്ക് ഒരു അപ്ഡേറ്റ് തന്നിട്ട് ആ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ കോമ്പറ്റീറ്റർ ഡിവൈസുമായിട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിവൈസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്, അടിപൊളി ക്യാമറയാണ് എന്ന് തോന്നിക്കും. ഞാനത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് iPhone 14 സീരീസിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് S22 സീരീസിലെ എല്ലാ ഫോണുകൾക്കും അപ്ഡേറ്റ് വന്നായിരുന്നു. ആൻഡ് ആ ഒരു അപ്ഡേറ്റ് ചെയ്ത ശേഷം ഫോൺ പക്കാ സ്മൂത്ത് ആയിരുന്നു, ക്യാമറ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. സോ നിങ്ങളൊരു iPhone 14 സീരീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിക്കായിരുന്നു S23 അൾട്രയിലുള്ള ഔട്ട്പുട്ട് എല്ലാം വന്നിരുന്നത്. അതിന് തൊട്ട് മുന്നത്തെ അപ്ഡേറ്റ് വരെയും വരാത്ത അത്രയധികം HDR ആ ഒരു അപ്ഡേറ്റിൽ കിട്ടിയായിരുന്നു. എല്ലാവരും വളരെയധികം ഹാപ്പിയുമായിരുന്നു.
ആപ്പിൾ ഒഴിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത്? സാംസങ്ങിൻ്റെ S23 സീരീസിൻ്റെ ലോഞ്ച് ആയിരുന്നു. ആൻഡ് ആ ഒരു ലോഞ്ച് ഇവൻറ്റ് ബാംഗ്ലൂരിൽ നടന്നത് നമ്മൾ നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് കവറും ചെയ്തു. ആൻഡ് ലോഞ്ച് കണ്ട ഭൂരിഭാഗം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യമായിട്ടുള്ളൊരു ഡിസൈൻ ചേഞ്ചസോ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റേഷൻസോ ഒന്നും തന്നെ സാംസങ് ഇത്തവണ ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ മൈനർ ഇംപ്രൂവ്മെൻറ്റ്സ്, ഒരു റിഫ്രഷ്മെൻറ്റ് അല്ലെങ്കിൽ റിഫൈൻമെൻറ്റ് മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ബ്രാൻഡിന് നല്ല രീതിയിൽ അറിയാം, നിങ്ങൾ S23 മേടിക്കാനായിട്ട് നോക്കുമ്പോൾ തൊട്ടുപുറയിലുള്ള S22 സീരീസ് കുറച്ചുകൂടെ വില കുറഞ്ഞ് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിന് ഇത് മേടിക്കണം, വലിയ അപ്ഗ്രേഡ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചിന്ത വരുമെന്നും അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ തമ്മിലുള്ള കമ്പാരിസൺ എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കുമെന്നും അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് ആയിട്ടുള്ള ഫോൺ ഏറ്റവും അടിപൊളിയായിട്ട് കാണണം എന്ന് ഏതൊരു ബ്രാൻഡും ആഗ്രഹിക്കും. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം, സ്മാർട്ട് ഫോണുകൾ അവരുടെ ഒരു സാച്ചുറേഷൻ എത്തി, ഇനി ഒന്നും കൂട്ടാനില്ല. ഡിസ്പ്ലേ അടിപൊളിയായി, ബാറ്ററി അടിപൊളിയായി, ക്യാമറ അടിപൊളിയായി, ഇനി ഒന്നും സ്മാർട്ട് ഫോണിൽ അങ്ങനെ കാര്യമായിട്ട് ചേഞ്ച് വരുത്താനില്ല എന്നുള്ളത് കൊണ്ട് മിക്കപ്പോഴും ബ്രാൻഡുകൾക്കൊരു ചിന്ത തോന്നാം, അതായത് ഈ പുതിയ സ്മാർട്ട് ഫോൺ ബെറ്ററായിട്ട് തോന്നിക്കാനായിട്ട് പഴയ സ്മാർട്ട് ഫോണിനെ ചെറുതായിട്ടൊരു അപ്ഡേറ്റ് കൊടുത്ത് ഒന്ന് പുറകിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് ബെറ്ററായിട്ട് തോന്നാം എന്നുള്ളൊരു ചിന്ത വന്നേക്കാം. ആൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം ട്വിറ്ററിലും ഇത്തരത്തിൽ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എൻ്റെ മൈൻഡിലും ഒരു ചിന്ത ഓടിയത്. ഡെഫിനറ്റ്ലി നമ്മുടെ ഓഡിയൻസിന് S23 സീരീസും S22 സീരീസും തമ്മിലുള്ളൊരു ക്യാമറ കമ്പാരിസൺ വേണം എന്നറിയാം എന്നുള്ളത് കൊണ്ട് ഇനി ഞാനിത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫെയർ കമ്പാരിസൺ ആവാതെ പോകുമോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. സോ അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കമ്പയറബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആണോ അതോ വളരെ വലിയൊരു ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതും കൃത്യമായിട്ട് അറിയാനും പറ്റും. സോ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ മോഡൽ ഏതാണെന്നും നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ് വെർഷൻ ഏതാണ്, ഡേറ്റ് ഏതാണ് എന്നുള്ളത് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ മറ്റാൾക്കാർക്കും ഹെൽപ്ഫുൾ ആവും. പ്ലസ് S22യുടെ കാര്യം പറഞ്ഞപ്പോൾ ലോഞ്ച് ഇവൻറ്റിൽ S22 സീരീസിന് വില നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അനൗൺസ് ചെയ്തു. ഞാനത് യൂട്യൂബിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ടാഗിൽ ടാഗ് ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് പുതിയ പ്രൈസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് സ്മാർട്ട് ഫോൺസിനെ പറ്റി ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന 20 മിത്സിനെ പറ്റി നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ആ ഒരു വീഡിയോ. സോ നമ്മൾക്കിനി അവിടെ കാണാം.